നമുക്ക് കർത്താവിനെ ആരാധിക്കാം, കർത്താവിന് മഹത്വം കൊടുക്കാൻ. 2025 നമുക്ക് നേടാൻ കഴിയാത്ത അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും ഈ 2026 അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം, എന്ന പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഈ പ്രത്യാശ ഹേതുവായി അഗ്രിപ്പ രാജാവേ, ഞാനിതാ ഈ ചങ്ങല ധരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ വെച്ചിരിക്കുന്ന പ്രത്യാശ ഹേതുവായി. 2026 നമുക്ക് ചില പ്രത്യാശകളുണ്ടാകണം. ഈ പ്രത്യാശ ഹേതുവായിട്ട് ചങ്ങലയെ ധരിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, നമ്മെ കുറ്റം വിധിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയുള്ളൂ. ഇല്ല എങ്കിൽ മറുപടി പറയാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ആ മറുപടി നമ്മളിൽ നിന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഇട നൽകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടൊന്ന് വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ദാവീദിൻ്റെ ഒരു സ്വർണ്ണ ഗീതം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർണം എന്തിനെ കാണിക്കുന്നു? ആത്മീയ ജീവിതത്തിൽ സ്വർണം എന്തിനെ കാണിക്കുന്നു? പരിശോധനയെ കാണിക്കുന്നു. തൻ്റെ പരിശോധനാ സമയത്ത് താൻ എഴുതപ്പെട്ട 6 സങ്കീർത്തനങ്ങളുണ്ട്. അതിന് 6നും എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വർണ്ണ ഗീതങ്ങളെന്ന് കൊടുത്തിട്ടുണ്ട്. ആ സ്വർണ്ണഗീതങ്ങൾ എന്ന് പറഞ്ഞ് 6 സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 16-ാം സങ്കീർത്തനം. 16-ാം സങ്കീർത്തനം കഴിഞ്ഞിട്ട് 56 തൊട്ട് 60 വരെയുള്ള 5 സങ്കീർത്തനങ്ങളും സ്വർണ്ണഗീതങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ പരിശോധന അടങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവം തന്നെ പൊന്നെ പോലെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനം. തീയിൽ സ്വർണം കയറ്റി വിടുന്നത് ഒരിക്കലും അതെന്ത് ചെയ്യാനല്ല, നശിപ്പിക്കാനല്ല, പുതിയതൊന്ന് ആക്കി തീർക്കാൻ. ഇതുപോലെ 56 തൊട്ട് 60 വരെയുള്ള സങ്കീർത്തനവും 16-ാം സങ്കീർത്തനവും ദാവീദിന് വന്ന പരിശോധനകളെല്ലാം പുതിയതൊന്ന് തീർക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ദാവീദ് ഉറച്ചങ്ങ് വിശ്വസിക്കുകയാണ്. അതിൽ നിന്ന് രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത്. ഇവിടെ അല്ല, ഈ പരിശോധന വരുമ്പോൾ ദാവീദ് ദൂരെയാണ്. അപ്പനിൽ നിന്ന് ദൂരെ, അമ്മയിൽ നിന്ന് ദൂരെ, പിന്നെ ബന്ധുക്കൾ ചാർച്ചക്കാരിൽ നിന്ന് ദൂരെ, ഭാര്യയിൽ നിന്ന് ദൂരെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. തന്നെ സഹായിപ്പാൻ ആരുമില്ലാത്ത അത്രയും ദൂരത്ത് നിന്നാണ് ദാവീദ് ഈ സങ്കീർത്തനം എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. അതായത് ഗത്ത് ദേശത്ത് ആഗീസിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ രചിക്കപ്പെട്ട സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ദാവീദ് ഇവിടെ മൗനമായി നിൽക്കുകയാണ്. എന്ത് ചെയ്തിരിക്കുന്നു? മൗനമായി നിൽക്കുകയാണ്. ഇതിന് കാരണം ദാവീദ് 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയണം. പല സ്ഥലങ്ങളിലും ദാവീദ് ഇതേപോലെ മിണ്ടാതിരുന്ന താൻ ദൈവമെന്ന് ദൈവത്തെ തെളിയിച്ച സന്ദർഭങ്ങളുണ്ട്. അതേപോലെ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? മിണ്ടാതെ ഇരിക്കുകയാണ്. പക്ഷെ താൻ ചില പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നു, അല്ലേ? തൻ്റെ മുഖഭാവം മാറ്റി, തുപ്പലൊഴിപ്പിച്ചു, കട്ടളപ്പടിയിൽ എന്ത് ചെയ്തു? തേച്ചു, ഭ്രാന്തനായി അഭിനയിച്ചു. ഈ സമയത്ത് ദാവീദിൻ്റെ പക്കല് എന്തുണ്ട്?
ഈ തേക്കുന്ന സമയത്തും ദാവീദിന്റെ പക്കൽ എന്തുണ്ട്? ഗോലിയാത്തിനെ കൊന്ന വാളുണ്ട്. അതും വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണ് ആഗീസിന്റെ ഭൃത്യന്മാരെന്ത് ചെയ്തത്? ദാവീദിനെ പിടിക്കുന്നത്. 21:9 വായിച്ചാൽ പുരോഹിതൻ ദാവീദിൻ്റെ അടുത്ത് പറയുന്നത്, നീ ഗോലിയാത്തിനെ കൊന്ന വാളുണ്ട്. ദാവീദ് പറയുന്നു, അതിൽ കവിഞ്ഞിട്ട് മറ്റെന്ത് വേണം? അതും വാങ്ങിച്ചോണ്ടാണ് പോകുന്നത്. അപ്പം ദാവീദിൻ്റെ വാളുള്ള സമയത്തും ഇവന് യുദ്ധം ചെയ്യാൻ ഇവന് കഴിയും, അല്ലെങ്കിൽ അതിനുള്ള ഓർമ്മ ഇവനുണ്ടെന്ന് പടയാളികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു വാള് തൻ്റെ അരയിലുള്ളപ്പോഴും താൻ അഭിനയിച്ച ആ അഭിനയത്തിൽ അവർ വീഴുന്നു, ഇല്ലേ? അവർ വീഴുന്നില്ലേ? ഈ വാള് ഇളിയിൽ തൂക്കിയിരിക്കണ ഇവൻ ഭ്രാന്തനാണെന്ന് വിചാരിക്കണവനല്ലേ മണ്ടൻ? ആണോ? വാളവൻ ഉപയോഗിക്കുന്നത് ശത്രുവിനെ കൊല്ലാനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ വാളുള്ളവനെ അവരെന്ത് ചെയ്തു? ഭ്രാന്തനെന്ന് വിചാരിച്ചില്ലേ? ഇതാണ് മൗനമായാൽ ദൈവാത്മാവിൻ്റെ പദ്ധതി. അവര് മറ്റൊന്നായി നമ്മളെ ചിന്തിക്കാൻ എളുപ്പമാർഗം അവൻ്റെ മുമ്പിൽ മൗനമാകുക. ഹല്ലേലൂയ, സ്തോത്രം. ഇനി മിണ്ടാപ്രാവ് എന്ന് പറയുന്നത് യാഗത്തിന് അർപ്പിക്കപ്പെട്ട പ്രാവ് അല്ലേ? ലേവ്യ പുസ്തകം 5:6 വായിക്കുമ്പോൾ, വകയില്ലാത്തവൻ ദൈവസന്നിധിയിൽ 2 കുറുംപ്രാവിനെ അർപ്പിക്കുന്നു. ഈ കുറുംപ്രാവ് പുരോഹിതൻ വന്ന് കൈവച്ച് കഴിഞ്ഞാൽ ഈ പ്രാവ് എന്ത് ചെയ്താണ്? പ്രാവിൻ്റെ ലക്ഷണം തന്നെ എന്താണ്? കുറുകിക്കും. പക്ഷേ ഇത് അർപ്പിച്ച് കഴിഞ്ഞ് പുരോഹിതൻ കൈവച്ച് അവൻ്റെ പാപത്തെ ഈ പ്രാവിൻ്റെ മേലാക്കി കഴിഞ്ഞാൽ ഈ പ്രാവ് പിന്നെ മിണ്ടില്ല. ഒരു കുറുവലും അതിന് ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു പ്രാവായിട്ട് ദാവീദ് ഇവിടെ മാറുകയാണ്. അതാണ് എഴുതിയത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. മിണ്ടാപ്രാവ് കണക്കെ എഴുതിയ സങ്കീർത്തനം. പ്രിയ ദൈവമക്കളെ, ചില സ്ഥലങ്ങളിൽ നമ്മൾ മിണ്ടണം, ചില സ്ഥലങ്ങളിൽ നമ്മൾ മൗനമാകണം. അതാരെയും പേടിച്ചിട്ടൊന്നുമല്ല. ദാവീദ് വാതോരാതെ സംസാരിച്ച ഒരു സമയമുണ്ട്. അഭിഷേകം വിഴുന്നു കഴിഞ്ഞ ദാവീദ് ആദ്യം സംസാരിച്ച വാക്കെന്തെന്നറിയാമോ? അഭിഷേകം ലഭിച്ചു കഴിഞ്ഞ ദാവീദ് ആദ്യം സംസാരിച്ച വാക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്കല്ലേ സംസാരിച്ചുള്ളൂ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതല്ല, ദാവീദ് ചോദിക്കുന്നത് ഭൃത്യന്മാരോട്, ശൗലിൻ്റെ ഭൃത്യന്മാരോട് ചോദിക്കുകയാണ്, ഈ ഗോലിയാത്തിനെ കൊന്നാൽ എനിക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, നമ്മൾ ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എന്ത് നന്മയുണ്ടാകും? എന്ത് എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും? ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. അത് മനസ്സിലാക്കാതെ ചെയ്യരുത്. അത് നമ്മൾ കുടം കമത്തിയിട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെ ആകും. 2 2.5 തൊട്ടിയോ 3 തൊട്ടിയോ വെള്ളം വീഴ്ത്തിയാൽ ഈ കുടം നിറയും, അല്ലേ? ഈ കുടത്തെ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം.
എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം, നമ്മുടെ ഇഷ്ടത്തിന് ആ വെള്ളത്തെ ഉപയോഗിക്കാം. അതേസമയം കമത്തി വെച്ച കുടത്തിൻ്റെ പുറത്താണ് നമ്മൾ വീട്ടിൽ കൊണ്ട് എന്തെങ്കിലും നിറയുമോ? പിന്നെയുള്ള കുഴപ്പം പറ. കമത്തി വെച്ചിരിക്കുന്ന കുടത്തിനകത്ത് വെള്ളം കോരി ഒഴിച്ചു, ഉള്ള കുഴപ്പം ആ കുട ഇരിക്കുന്ന സ്ഥലം അത്രയും ചെളിയാവും, ആവൂലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് ആ വെള്ളം ഒഴുകും. നടന്നു പോകുന്നവരെ കാലിലും ചെളിയാവും. കാര്യം എന്താണ്? നമ്മൾ ലക്ഷ്യമില്ലാതെ കോരിക്കൊണ്ടേയിരുന്നു. ആണോ? ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു, ചുങ്കക്കാരൻ എവിടെ അടിച്ചു? മാറത്തടിച്ചു. അപ്പം മാറത്ത് തന്നെ തലയിലടിച്ചില്ല, വേറെ ഒന്ന് തൊടയിലടിച്ചില്ല, മാറത്ത് തന്നെ അടിച്ചു. ചുങ്കക്കാരൻ അടിച്ചത് എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് ചോദിച്ച് ഞാൻ അല്പകാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. തൊടയിലടിച്ചാൽ എന്താണ്? അതിന് പോട്ടെ, നമ്മളത് പറയുന്നു. ഒരാൾ വന്നിരുന്ന ആരാധനയ്ക്ക് തൊടയിലടിച്ചാൽ അവൾ നിന്ദിക്കപ്പെട്ടവൾ, ലജ്ജിക്കപ്പെട്ടവൻ. ഞങ്ങൾ തുടയിലടിച്ചും നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു എന്നൊരു വാക്യം ഇരമ്യാ പ്രവചനം 31 കാണും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഓരോ ഭാഗത്തും നമ്മൾ അടിക്കുന്നതിന് ഓരോ കാരണങ്ങൾ ഉണ്ട്. മാറത്തടിക്കുന്നത് തലമുറയ്ക്ക് വേണ്ടിയാ. എടുക്കുന്ന മാറത്ത് ചേർത്ത് അണച്ചെടുക്കുന്ന തലമുറയെ. താൻ ചെയ്ത പ്രവർത്തികൾ തൻ്റെ തലമുറയ്ക്ക് ശാപമായി തീരരുത്. ഇതൊക്കെ ഓർത്തിട്ട് അവൻ മാറത്തടിച്ചത്. പോട്ടെ. അപ്പോൾ ദാവീദ് ഹല്ലേലൂയ ചെയ്യുന്നു. മിണ്ടാൻ കഴിയാതെ എന്നാൽ മിണ്ടിയ ഒരു സമയമുണ്ട്. താൻ 10 അപ്പവും മലരും കൊണ്ട് യിശായി പറഞ്ഞതുപോലെ ജ്യേഷ്ഠന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ കേട്ടത് ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ട് ചെന്ന് ഭൃത്യന്മാരോട് ചോദിക്കുകയാണ്, അല്ല, ഇവനെ കൊന്നാൽ എന്ത് കിട്ടും? കൊല്ലാൻ കഴിയുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം തന്നേക്കാൾ മല്ലനായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് താൻ നേരിടേണ്ടത്. എന്ത് കിട്ടും? രണ്ടാമതും ദാവീദ് ഇത് തന്നെ ചോദിച്ചപ്പോൾ ചേട്ടന്മാരുടെ ചെവിയിലെത്തി, ശൗലിൻ്റെ ചെവിയിലെത്തി. ചേട്ടന്മാരോട് പറഞ്ഞത്, ഞാൻ ഒരു വാക്കല്ലേ സംസാരിച്ചുള്ളൂ. ശൗലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ശൗല് പറയുന്നത്, നീ ബാലനാണ്, നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളെ രക്ഷിച്ച കാര്യം അങ്ങനെ ചെയ്ത് വിശദീകരിച്ച. അപ്പോൾ കുടുംബ ജീവിതത്തിലേക്ക്, ഉപജീവന മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ഏത് തൊഴിലേക്കും ഇറങ്ങുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ ശീലിക്കേണ്ട എന്താണ്? പിതൃപാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കണം. പിതൃപാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടേണ്ട നന്മ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. പിതൃപാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തെ കാത്തു സൂക്ഷിക്കണം. വാഗ്ദത്തങ്ങളെ കാത്തു സൂക്ഷിക്കണം. പിതാവിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളെ സൂക്ഷിക്കണം. പിതാവിൽ നിന്ന് കിട്ടുന്ന നല്ല മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അല്ലേ? ഇവിടെ ദാവീദ് തൻ്റെ അടുത്തോടെ പറയുകയാണ്, കരടി വന്നപ്പോഴും സിംഹം വന്നപ്പോഴും ഞാൻ അതിനെ, ആരോ സാധനമാണ്, എൻ്റെ അപ്പൻ്റെയാണ്, എൻ്റെ അല്ല. അത്രത്തോളം ജാഗ്രത പുലർത്തി അതിനെ സൂക്ഷിക്കാനുള്ള കരുത്തും അല്ലേ ബുദ്ധിയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്.
പിന്നെ ആണ് ഈ ഗോലിയാത്ത്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ആദ്യം കുടുംബം പരിപാലിക്കുന്നവനെ സഭ പരിപാലിക്കാൻ കഴിയും. കുടുംബത്തെ സൂക്ഷിക്കുന്നവനെ സഭയെ സൂക്ഷിക്കാൻ കഴിയും. കുടുംബത്തെ പോറ്റുന്നവനെ സഭയെ പോറ്റാൻ കഴിയും. ഇന്ന് അതൊന്നും ഇല്ലല്ല. ഇതുമില്ല. അപ്പൻ്റെ മുതൽ എത്ര നശിപ്പിച്ചാലും അവനെ വിളിച്ച് സഭാ ചാർജ് കൊടുക്കും, അല്ലേ? അപ്പം തന്ന എല്ലാ നന്മ നശിപ്പിച്ചാലും അവന് വിളിച്ച് നമ്മൾ പെണ്ണ് കൊടുക്കൂലേ? ഇവിടെയൊക്കെയാണ് പരാജയം. ആദ്യം നീ നോക്ക്, അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയാണ്. അതുകൊണ്ടാണ് പൗലൂസും പറഞ്ഞത്, അത്യക്ഷൻ എന്തായിരിക്കണം? ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. തല്ലുകാരനാകരുത്, മദ്യപാനിയാകരുത്, ദുർലോഭക്കാരനാകരുത്, മക്കളെ പത്യോപദേശത്തിൽ വളർത്തുന്നവനായിരിക്കണം. ഇല്ലേ? ഇങ്ങനെയൊക്കെ കുറെ ഉപദേശങ്ങൾ പറഞ്ഞില്ലേ? അത്യക്ഷൻ. കാരണം അത്യക്ഷൻ മാതൃകയുള്ളവനായിരിക്കണം. ഇതാ പറയുന്നത്. മാതൃകയില്ലാത്തവന് ഒരിക്കലും അത്യക്ഷനായിരിക്കാൻ പാടില്ല. ദാവീദ് ഒരുപാട് കാര്യങ്ങൾ അന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ വാക്കാണ് ഹല്യാസ്തോത്രം, നിന്റെ ഉടലിൽ നിന്ന് എന്ത് ചെയ്യും? പക്ഷിപ്പറവകൾക്ക് ഞാൻ ആകാരമായി കൊടുക്കും. ഈ പറഞ്ഞ ഗോലിയാദിൻ്റെ പട്ടണത്തിലാണ് ആര് നിൽക്കുന്നത്? ദാവീദ് നിൽക്കുന്നത്. തങ്ങളുടെ രക്ഷകനെ കൊന്നവനാണ് ദാവീദ്. ഇവനെ കണ്ട ഉടനെ ഗത്തിലെ ഭൃത്യന്മാർ പറഞ്ഞു, ഇവനല്ലോ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാട്ടുപാടിയ ഇവനല്ലേ? ദാവീദിന് മനസ്സിലായി, എൻ്റെ കാര്യം പോക്ക്. കാര്യം ഞാൻ അകപ്പെട്ടിരിക്കുന്ന ആരെ കൂട്ടത്തിലാണ്? പടയെ പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ ചൂട്ടുകെട്ടി പടയെന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിലാണ് താൻ ആയിരിക്കുന്നത്. താൻ ഇപ്പോൾ എന്ത് ചെയ്തു? മൗനമായി. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമസഭയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പൗലൂസ് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചേ. നമ്മൾ മൗനമായാൽ മറ്റൊരു കാര്യം ഇവിടെ നടക്കും. എന്താണ്? ആത്മാവ് നമുക്ക് വേണ്ടി തുണ നിൽക്കും. നമ്മൾ വാക്യമായും പറഞ്ഞ് നമ്മളതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞ് ചിന്തിച്ചിട്ട് കുറെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് നമുക്ക് തുണ നിൽക്കില്ല. ശരിക്കും ആത്മാവ് നമുക്ക് വേണ്ടി തുണ നിൽക്കും. കാരണം ദൈവം തിരഞ്ഞെടുത്ത ദൈവമക്കളെ ഒരു നാളും ദൈവം തള്ളിയിട്ടില്ല, തള്ളുകയുമില്ല, അല്ലേ? റോമാലേഖനം 11-ന്റെ 2-ാം വാക്യം അങ്ങനെയല്ലേ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കാം. നോക്കണമേ, അവിടെ എഴുതിയിരിക്കുന്ന താൻ മുന്നറിഞ്ഞവരെ തള്ളിക്കളയില്ല. ദൈവം നമ്മളെ അറിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവങ്ങളെ, ദൈവത്തിൻ്റെ സ്വരൂപത്തോട് നമ്മെ സൃഷ്ടിച്ചു. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ആ രൂപത്തിനോട് അനുബന്ധമായിരിക്കുന്ന രൂപം, ആ രൂപത്തിനോട് അനുബന്ധമായിരിക്കുന്ന രൂപം, അതാണ് സ്വരൂപം.
ഇതിനോട് സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, നമ്മളെ എല്ലാ അവയവങ്ങൾക്കും കേടൊന്നും പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒന്നോ രണ്ടോ അവയവങ്ങൾക്കായിരിക്കും കേട്, അല്ലേ? ആ അവയവത്തിന് ഈ കേട് വന്നാലും നമുക്ക് സഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് ദൈവത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ആ അവയവത്തിന് എന്ത് ചെയ്യുന്നത്? കേട് തരുന്നത്. നമുക്ക് സഹിക്കാനുള്ള കഴിവും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ദൈവം? നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. കാലൊക്കെ രണ്ടായിട്ട് പിളർന്നിരിക്കുന്ന വ്യക്തി സേർട്ട് മരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ പോണ്? ഡ്രസ്സ് ചെയ്യാൻ പോണത്. ആ കാലിൽ കൂടെ രക്തം എന്ത് ചെയ്യുന്നുണ്ട്? ഒലിക്കുമ്പോഴാണ് അവൻ സേർട്ട് മരിച്ചുകൊണ്ട് പോണത്. അപ്പം ഞാൻ അത് കണ്ട് ഭയപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, എൻ്റെ കാലിലാറ്റായിരുന്നെങ്കിൽ എന്നെ എടുക്കാൻ എത്ര പേര് വേണം? മക്കളെ പിടിച്ചാടാ അല്ലേ? പുള്ളിക്ക് അതവിടെ വന്നിട്ടും താങ്ങാനുള്ള കരുത്ത് ആര് കൊടുത്തിട്ടുണ്ട്? ദൈവം കൊടുത്തിട്ടുണ്ടോ? ഒരു ഭാരം നമ്മുടെ മേൽ വന്നാലും ആ ഭാരത്തെ വഹിക്കാനുള്ള കഴിവ് തന്നിട്ട് തന്നെയാണ് ആ ഭാരം നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നത്? വയ്ക്കുന്നത്. സഹിക്കാൻ കഴിയാത്ത പരീക്ഷ ആർക്കും എന്ത് ചെയ്യാറില്ല, ദൈവം കൊടുക്കാറില്ല. അതിനർത്ഥം തന്നെ നമ്മളെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കഷ്ടതകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? തുണ നിൽക്കും. അടുത്ത വാക്യം. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ കഷ്ടതയിൽ വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. സത്യമായിട്ടും അറിയില്ല. എനിക്കും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ. ആക്കെ അറിയാവൂ? നമുക്ക് തുണ നിൽക്കുന്ന ആത്മാവിനെ അറിയാവൂ. നമ്മൾ ഒരുപാടൊക്കെ വാരി പിടിച്ച് വെച്ച് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പക്ഷെ ഇവിടെ ആത്മാവ് ചെയ്യണ എന്താ അവിടെ അടുത്ത വാക്യം പറയുന്നത്? കേട്ടാ, ആത്മാവിന് ഇട്ട് കൊടുക്കണം പ്രാർത്ഥന. നീ മൗനമാവണം. ഇതിൽ ഇന്ന വിഷയത്തിന് ഈ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ആത്മാവിനെ അറിയാവൂ, നമുക്കറിയില്ല. ഞാൻ പറയും, ഈ സമയത്ത് ഇരുന്ന് കരയാൻ മാത്രം നമ്മൾ പഠിക്കണം. ബാക്കി ആത്മാവിന് അങ്ങ് വിട്ടുകൊടുക്കണം. അപ്പൊ ആത്മാവ് ദൈവഹിതത്തിന് വേണ്ടി നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? പക്ഷപാതം ചെയ്യും. ദൈവഹിതം എന്താണ്? നമ്മളിൽ നടക്കേണ്ട ദൈവഹിതം, അത് നടക്കാൻ വേണ്ടി ആത്മാവ് പക്ഷപാതം ചെയ്യും. പക്ഷെ നമ്മൾ എന്താ പക്ഷപാതം ചെയ്യണത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇത് നടക്കരുത്. പക്ഷെ അത് നടന്നാലേ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ? ദൈവനാമ മഹത്വം വരും. അതുകൊണ്ട് അത് വരുത്താൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. നമ്മൾ ചാടി വീഴുന്ന പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അത് വരരുത് വരരുത് വരരുത്. ദൈവഹിതവും നമ്മുടെ ഹിതവും രണ്ടും ആയ രണ്ട് പോയിന്റുകൾ മാറിപ്പോയാ അപ്പം പിന്നെ എങ്ങനെ നടക്കും? ആത്മാവ് ദൈവഹിതപ്രകാരം പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. ബ്രോനായ ശീമോനെ, ഇത് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ. അപ്പൊ പിതാവിൻ്റെ ഹിതം ചെയ്യും, പിതാവിൻ്റെ ഇഷ്ടം ഇവ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവിടെ വെച്ച് പറയുന്നത്, നമ്മൾ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് മൂപ്പന്മാരുടെ കയ്യിൽ അകപ്പെടും, അവർ എന്നെ തല്ലും, കൊല്ലും, ക്രൂശിക്കും, ഞാൻ മരിക്കും, മൂന്നാം ദിവസം. ആദ്യമായിട്ട് മരണത്തെ അവിടെ പ്രസ്താവിക്കുകയാണ്. എന്ത് കാരണം കൊണ്ട്? ആത്മാവുള്ള ഒരുത്തനെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്ന്. അവൻ ചാടി വീഴുന്ന് പറയുകയാണ്, കർത്താവേ, നിനക്കിത്
ദൈവം എന്താ പറഞ്ഞത്? കർത്താവ് എന്താ പറഞ്ഞത്? ഓ സാത്താനെ, നീ ദൈവത്തിൻ്റെ ഹിതമല്ല. ആത്മാവുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ദൈവഹിതമല്ല ചിന്തിക്കുന്നത്. ആത്മാവ് നമുക്കുണ്ട്, ചില കാര്യങ്ങളിൽ വെളിപ്പാടുമുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ നമ്മൾ ആരെ തന്നെ ഏൽപ്പിക്കണം? ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കരയാൻ മാത്രം തയ്യാറാകണം. ഇത് മനസ്സിലായ? ഇവിടെ ദാവീദിന്റെ കയ്യിൽ വാളുണ്ട്. ദാവീദ് എത്ര പേർക്ക് തുല്യൻ? ദാവീദ് ഒറ്റയ്ക്ക് വാളെടുത്ത് വെട്ടിയാൽ എത്ര പേരെ കൊല്ലാൻ ദാവീദിന് കഴിയും? 10,000 പേരെ കൊല്ലാൻ ദാവീദിന്. നീ ഞങ്ങൾക്ക് 10,000 പേർക്ക് തുല്യൻ. ദാവീദിന്റെ കൂടെ ഉള്ളവർ എത്ര പേരെ വരെ കൊന്നിട്ടുണ്ട്? 300 പേരെ, അല്ലേ? ദാവീദ് 10,000 പേരെ കൊല്ലാൻ തുല്യ. അത്ര വണ്ണം ആയുധ കലയിൽ അഭ്യസിച്ചിട്ടുള്ളവനാണ് അവൻ. അവനെ യുദ്ധം പഠിപ്പിച്ചത് ആരാണ്? എൻ്റെ കർത്താവേ, വല്ലാത്ത. ദാവീദിനെ യുദ്ധം അഭ്യസിപ്പിച്ചത് ആരാണ്? ദാവീദിന്റെ എവിടെയെല്ലാം യുദ്ധം അഭ്യസിപ്പിച്ചു? വായിച്ചിട്ടില്ല? യുദ്ധത്തിന് അവൻ എൻ്റെ കൈകളെയും പോരിന് അവൻ എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടും ഒരിക്കലും ആരുടെ മുമ്പിൽ കീഴടങ്ങില്ല. ദാവീദിന്റെ കൈയും ദാവീദിന്റെ വിരലുകളും. ദാവീദ് ആ വിരലുകളിൽ വാള് പിടിച്ചു കഴിഞ്ഞാൽ രക്തം കണ്ട് ശത്രുവിനെ തകർത്തിട്ടല്ലാതെ ഈ വാള് ഉറയിൽ വരില്ല. ഇങ്ങനെയുള്ള 10,000 പേരെ ഒരുമിച്ച് കൊല്ലാൻ കരുത്തുള്ള ദാവീദിന്റെ കയ്യിൽ ഇപ്പോഴെന്തുണ്ട്? ഗോലിയാദിന്റെ വാളുണ്ട്. പക്ഷെ ഇവിടെ ദാവീദ് മൗനമായി. ഇവിടെ ആത്മാവോ തൻ്റെ ആയുധമോ ഇവിടെ വില പോവില്ല. ഇവിടെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നീ അന്യഭാഷ പറഞ്ഞ് കുറെ ആരാധിച്ചെന്നോ, നിന്നിനുള്ള കൃപാവരത്തിൻ്റെ ആയുധങ്ങൾ, ശത്രുവിനെ എതിർക്കുന്ന തീയമ്പുകളായ ആയുധങ്ങൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് രണ്ടും നീ സലണ്ടറാക്കി വെക്കണം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രം എന്ത് ചെയ്യണം? പുറത്തു വരണം. ഇത് രണ്ടും സലണ്ടറാക്കി ദാവീദ്. അതുകൊണ്ട് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ ദാവീദ്, ഞാൻ ഒരു നാളും കുലുങ്ങി പോവില്ല, ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്, കുലുങ്ങൂല. ഞാൻ ഏത് പ്രതികൂലത്തിൻ്റെ ഘട്ടത്തിലും ഞാൻ ആരെ മുമ്പിൽ വെച്ചിട്ടുണ്ട്? എൻ്റെ ദൈവത്തെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം അടി കിട്ടിയ ആക്ക് കിട്ടും, മുമ്പിലിരിക്കുന്ന ദൈവത്തിന് കിട്ടും, എനിക്ക് പിന്നീടേ കിട്ടുള്ളൂ. ഇതാണ് ദാവീദിന്റെ വിശ്വാസം. ദൈവഹിതത്താൽ ദാവീദിന് വേണ്ടി ഇപ്പൊ എന്ത് ചെയ്യാണ്? ദാവീദ് മൗനമായപ്പോൾ ദൈവം പക്ഷപാതം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉറയിൽ കിടന്ന വാളും ശത്രു കണ്ടില്ല. അവര് കണ്ടത് ഒന്ന് മാത്രം. എന്താണ്? താടിയിൽ കൂടെ ഒലിച്ചിറങ്ങണ തുപ്പല്. ബാക്കി അവന്റെ ശരീരത്തിലുള്ള ഒന്നും ആര് കണ്ടില്ല? ശത്രു രാജ്യത്തിലുള്ളവർ കണ്ടില്ല. ഇതാണ് ആത്മാവിന്റെ പ്രവൃത്തി. അപ്പം ദൈവഗീത റോമാലേഖനം വായിച്ച നോക്കണമേ, ആത്മാവ് പക്ഷപാതം ചെയ്യും. ആർക്ക് വേണ്ടിയാണ്? വിശുദ്ധർക്ക് വേണ്ടിയാണ്. ദാവീദിന് തൊട്ടു മുമ്പേ ദാവീദ് എന്താ പറഞ്ഞത്? തൊട്ടു മുമ്പേ, ഈ സങ്കീർത്തനം എഴുതുന്നതിന് തൊട്ടു മുമ്പേ ദാവീദ് പുരോഹിതന്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്.
നീ വിശുദ്ധമായിരിക്കണമെങ്കിൽ ഈ അപ്പം തിന്നാൻ നിനക്ക് തരാം. ദാവീദ് എന്താ പറഞ്ഞത്? 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ കോപ്പും ഞങ്ങൾ സാമാന്യ യാത്രയെങ്കിലും ഞങ്ങളെ ശരീരവും പിടികിട്ടിയ. ഇവർക്ക് വേണ്ടിയാണ് ദൈവം പക്ഷപാതം ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടി ദൈവം പക്ഷപാതം ചെയ്യും. വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണോ അത് സംഭവിക്കാൻ വേണ്ടി പക്ഷപാതം ചെയ്യും. അടുത്ത വാക്യം കേട്ടാ. അടുത്ത് പറയുകയാണ്, നിന്റെ പ്രവൃത്തിയെ ഒന്നും അല്ല പരിശോധിക്കണത്, ചിന്ത. നീ ചിന്തിച്ചില്ലേ? പ്രിയ ദൈവമക്കളെ, ഇപ്പൊ ദാ അനഘ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരോമലിരിക്കുന്നു. ഇവനെ ഞാൻ ഒരു അടി നല്ല നോവത്തക്ക രീതിയിൽ കൊടുത്തു. അപ്പനും അമ്മയ്ക്കും അത് എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ദൈവം നോക്കും, മനഃപൂർവം ഇവ അടിച്ചതാണോ അതോ ഇവനെ നന്നാവാൻ വേണ്ടി അടിച്ചതാണോ. ഇത് 2 സബ്ജക്റ്റും ദൈവം എന്ത് ചെയ്യും, നോക്കും. മനഃപൂർവ്വം അവൻ ഇരിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ട് ഒരു കാരണം കണ്ടെത്തി ഞാൻ അവനെ അടിച്ചു. ദൈവം എന്നെ ശിക്ഷിക്കും. അതേസമയം അവൻ നന്നാവാൻ വേണ്ടി ഞാൻ അടിച്ചു. ഒരിക്കലും ദൈവം എന്നെ ശിക്ഷിക്കില്ല. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു, വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വചനം പ്രസംഗിച്ചു. എനിക്ക് ശിക്ഷ കിട്ടും, എനിക്ക് കിട്ടും. അതേസമയം നിങ്ങൾ നന്നാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ വചനം പ്രസംഗിച്ചു, ഒരിക്കലും ശിക്ഷ എനിക്ക് കിട്ടൂല. അതിനെ തെറ്റായി ചിന്തിച്ച നിങ്ങൾക്കതിൻ്റെ ശിക്ഷ കിട്ടും. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പറയാത്തൊരു വചനം തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പ്രസംഗിച്ചാൽ അവനോട് ഞാൻ കണക്ക് തീർക്കും. കണക്ക് തീർത്തിരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം പ്രസംഗിച്ചാൽ. ദൈവഹിതപ്രകാരം പ്രസംഗിച്ചു, ഒരിക്കലും ദൈവം ശിക്ഷിക്കില്ല. മറ്റുള്ളവരുടെ മുഖം എന്ത് ചെയ്യും, കറക്കും. അപ്പം നമ്മുടെ ചിന്തയാണ് നോക്കുന്നത്. ഈ കഷ്ടതയിലായപ്പോൾ നീ മൗനമായത് ഏത് ചിന്തയിലാണ്? ഇതാണ് ദൈവം നോക്കുന്നത്. ചിലർ ഈ പള്ളിയിൽ വന്നിട്ട് 2-3 ഐറ്റങ്ങളുണ്ട്. 2-3 എത്ര തരം പിശാചുണ്ടെന്ന് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ് 5 തരം. ജീസസ് ആലോചിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് സിസ്റ്ററെ. പഴയ നിയമത്തിൽ 2 ഐറ്റം, പുതിയ നിയമത്തിൽ 3 ഐറ്റം. ഈ 5 തരവും എവിടെ തന്നെ ഉണ്ട്, വെച്ചിട്ടുണ്ട്? സഭയ്ക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വെളിയിലൊരിടത്തുമല്ല, സഭയ്ക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇവരോ പ്രവചനം ആത്മാവിനാലൊന്നും കണ്ടുപിടിക്കണ്ട, വചനം നോക്കിയിട്ട് ഇവരെ വിലയിരുത്താം, ഇവർ ഏത് പിശാചിൻ്റെ ഗണത്തിൽ പെട്ടതാണെന്ന്. അതിനൊരു പ്രവാചകനെ കൊണ്ടുവന്ന് തലയിൽ കൈവച്ച് ഒന്നും പഠിക്കണ്ട, ഈ വചനം തന്നെയാണ് പ്രവചനം. ഇത് നോക്കിയിട്ട് ഇതിൽ പ്രകാരം ജീവിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നോക്കിയാൽ മാത്രം മതി അത് ഏത് പിശാചിൻ്റെ ഗണത്തിൽപ്പെട്ടതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇവിടെ ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. നോക്കണമേ, ഇങ്ങനെ ദൈവഹിതം നോക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, അതായത് മാറ്റമില്ലാത്ത വിളി കൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളി നമുക്ക് നന്മയ്ക്കായിട്ടത് വ്യാപരിക്കും. മാറ്റമില്ലാത്ത വിളി, നിർണയം, മാറ്റമില്ല, ഒരിക്കലും മാറ്റാൻ കഴിയാത്തത്. ആ വിളി കൊണ്ട് നമ്മെ എന്ത് ചെയ്തിരിക്കും? അത് നന്മയ്ക്കായിട്ട്, വന്ന കഷ്ടത നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാൻ പറയട്ടെ, ദാവീദിന് 1 സെന്റ് തറയില്ല, ഉണ്ടോ? അപ്പം കൊടുത്തിട്ടില്ല, ഭാര്യ വീട്ടുകാർ കൊടുത്തിട്ടില്ല, പിന്നെ ആരാണ് ഭൂമി കൊടുത്തത്? ജിജി സിസ്റ്റർ പറയാണ് ദൈവമെന്ന്. ആഗീസ് രാജാവ് ശത്രു കൊടുത്ത് തന്നെ. ദാവീദ് പറയുകയാണ്, എനിക്ക് കിടക്കാനും എൻ്റെ കൂടെയുള്ളവർക്ക് കിടക്കാനും സ്ഥലമില്ല, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എനിക്കൊരു സ്ഥലം നീ പറഞ്ഞു തരണം. സിക്ല എന്ന് പറയുന്ന ദേശം മുഴുവൻ ആ കൊടുത്തു. അവന് കിട്ടിയ ആദ്യത്തെ ഷെയർ ഭൂമി അതാണ്. അപ്പൊ ദാവീദ് അവിടെ പോയത്, തുപ്പലൊഴിച്ചത്, മൗനമായി നിന്നത് നന്മയ്ക്കായി വ്യാപരിച്ചോ തിന്മയ്ക്കായോ? നമ്മൾ ഇത്രത്തോളം ഒന്നും ഒക്കെ എന്ത് ചെയ്യില്ല, അങ്ങോട്ട് പുറകോട്ട് പോകില്ല, പോകണം. നമ്മൾ കഷ്ടതയുടെ മുമ്പിൽ മൗനമായി കൊടുത്താൽ, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവമേ ദൈവഹിതം എന്നിൽ നിറവേറണം എന്ന് പറഞ്ഞ് നമ്മൾ മൗനമാക്കി കൊടുത്താൽ ആ വിഷയം നന്മയ്ക്കാക്കി ദൈവം തീർക്കും. പ്രതികൂലം വന്നതിനെ നന്മയ്ക്കാക്കി ദൈവം തീർക്കും. പുറമേ നമ്മൾ നോക്കുമ്പോൾ പ്രതികൂലം, ഇവൻ മാനമടയൻ തന്നെ അല്ലേ, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയും. ആ അവിടുത്തെ ആളിനെയും കൊന്നിട്ട് അവിടെ ഓടിപ്പോകുമോ? പോവോ? പക്ഷെ വേറൊരു കാര്യം, എന്തുകൊണ്ട് ദാവീദ് അവിടെ പോയി? ഓട്ടെ, സമയമില്ല. എടാ, ശൗല് ആക്രമിക്കാത്ത ഒരു സ്ഥലമേ ഉള്ളൂ ഫെലിസ്ത്യൻ്റെ നാട്. അവിടെ ചെന്ന് ദാവീദിനെ എന്ത് ചെയ്യില്ല, പിടിക്കാൻ പോവുമോ? അങ്ങോട്ട് കയറിയ ഗത്ത് രാജാവ് ശൗലിനെ, ദാവീദിന് സുരക്ഷിതമായ സ്ഥലം എവിടെയേ ഉള്ളൂ? ശത്രുവിൻ്റെ ശത്രു, ബാക്കി പറ ബ്രദർ പറയും, ശത്രുവിൻ്റെ ശത്രു മിത്രം. പിടികിട്ടിയ ഇത് പണ്ടത്തെ അപ്പച്ചപ്പനെ പറഞ്ഞു തരണം, മക്കളെ ശത്രുവിൻ്റെ ശത്രു നമ്മളെ മിത്രമാണ്. നീ ചുമ്മാ നിന്നാൽ മതി, അവൻ്റെ അടുത്ത് ചെന്ന് ചുമ്മാ നിന്നാൽ മതി, അവൻ നിന്നെ രക്ഷിച്ചോളും. ദാവീദിനെ രക്ഷിച്ചാൽ ആരിപ്പം? ശൗലിൻ്റെ ശത്രു. നന്മയ്ക്കായി വ്യാപരിച്ചു. മനസ്സിലായ? അടുത്ത വായന റോമാലേഖനം. അപ്പം ഈ മുന്നറിഞ്ഞവരാണ് ആദ്യജാതൻ. പിടികിട്ടിയ? ഏശാവിനെ മുന്നറിഞ്ഞില്ല, യാക്കോബിനെ മുന്നറിഞ്ഞു. അവനെ ആദ്യജാതനായിട്ട് ദൈവം. കുടുംബത്തിൽ നമ്മൾ എപ്പോഴും ജനിക്കണം എന്നല്ല വിഷയം. ദൈവത്തെ നീ എപ്പോഴറിയുന്നു, അവനാണ് ആദ്യജാതൻ. പിടികിട്ടിയ? ഞങ്ങൾക്ക് ദൈവത്തെ അറിയുന്നവനാണ് ആദ്യജാതൻ. ദൈവം ഇന്നതെന്ന് മനസ്സിലാക്കുന്നവനാണ് ആദ്യജാതൻ. അമ്മയപ്പന്മാരുടെ മൂത്ത മകനായി ജനിച്ചത് കൊണ്ട് കാര്യമില്ല, മൂത്ത മകളായി ജനിച്ചത് കൊണ്ട് കാര്യമില്ല. നീ എപ്പോഴും ദൈവത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞോ, ആ നീയാണ് ആ കുടുംബത്തിൻ്റെ മൂത്തത്. പിന്നെ നിന്റെ ഉപദേശമാണ് ആ കുടുംബത്തിലുള്ളവരെല്ലാവരും കേൾക്കേണ്ടതും അംഗീകരിക്കേണ്ടതും.
ഇതാ വിഷയം. ആദ്യജാതനായ സഭ എന്ന് പറയുന്നത് എന്താണ്? ആദ്യജാതകന്മാരുടെ സഭ തന്നെ, മുന്നറിഞ്ഞവരുടെ സഭ. ഇതിൻ്റെ ഇടയിൽ കുറെ ഇത്തൽ കണ്ണീർ പോലെ കുറച്ച് പേര് വരും. ഇവരുടെ സഭയല്ല സഭ, ദൈവം അറിഞ്ഞവരുടെ സഭ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് കേട്ടാ, സ്വരൂപത്തോട് അനുരൂപമാക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തോട് നമ്മളെ എന്ത് ചെയ്യാണ്? ഈ കഷ്ടതയിൽ കൂടെ അനുരൂപമാക്കിയെടുക്കുന്നു. അതിന് കഷ്ടത വന്നേ മതിയാവും. അനുരൂപമായില്ല എങ്കിൽ നമുക്ക് കഷ്ടത ഇല്ല. കഷ്ടതപ്പെട്ടിട്ട് കാര്യവും ഇല്ല. മുന്നറിഞ്ഞവരെ അവൻ അനുരൂപപ്പെടുത്തും. ആദ്യജാതകനാക്കും, അനുരൂപപ്പെടുത്തും. അടുത്ത് ഇനി അടുത്ത് ഒരു മുൻനിയമനമുണ്ട്. ആരാ ഈ മുൻനിയമിച്ചത്? ഇതെങ്കിലും പറ. ഇതല്ലെങ്കിൽ ആന കുത്തിമാ. എന്തിനാണ് മുൻ നിയമനം? നിഷ്കളങ്കരായിരിക്കാൻ, വിശുദ്ധരായിരിക്കാൻ. സഭയ്ക്കകത്ത് 10, 100, 200, 250, 1000, 5000, 10000 എണ്ണം വരും. പക്ഷെ ഇതിനകത്ത് എണ്ണി നോക്കിയാൽ 5, 6 കാണും നിഷ്കളങ്കർ. അത് ദൈവം മുൻ നിയമിച്ചവർക്ക് മാത്രമേ നിഷ്കളങ്കരാകാൻ കഴിയൂ. ഇല്ലെങ്കിൽ 10 ഇട്ടാൽ 100 കിട്ടുമോ എന്ന് നോക്ക്. പിടികിട്ടിയ 10 രൂപ ഇട്ടാൽ അതിൽ നിന്ന് 100 എടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യും. ഇതാണ് ചിന്ത. ഞാൻ ഇത്ര കൊടുത്താൽ എനിക്ക് ഇത്ര തിരിച്ചു കിട്ടുമോ? ഈ ചിന്തയോടെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്യും. നമ്മെ ദൈവം വിളിച്ചത് നാം അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാ വചനം. എങ്ങനെയെങ്കിലും തിരഞ്ഞെടുത്തെന്നല്ല, അവനിൽ തിരഞ്ഞെടുത്തു. പിന്നെ അവൻ്റെ തിരുഹിത പ്രസാദ പ്രകാരം നമ്മെ അവൻ്റെ രക്തത്താൽ ദത്തെടുത്തു. എന്തിനു ദത്തെടുത്തു? 11-ാം വാക്യം, സുവിശേഷത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന്. ഇതല്ല എഴുതിയിരിക്കുന്നത്. നമ്മളെ എന്തിനെങ്കിലും വേണ്ടിയല്ല ദത്തെടുത്തത്, സുവിശേഷത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന്. 2, സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ഒന്നായി ചേർക്കേണ്ടതിന്. ഇപ്പം വിളി ആല്യാസ്തോത്രം, ദൈവം മുൻ നിയമിച്ച പ്രകാരം വിശുദ്ധനായിട്ട് ഡോൺ ജീവിക്കുകയാണ്. ഞാൻ പറയാണ്, ഞാനാണ് സഭാ പാസ്റ്റർ, എന്നെയാണ് ദൈവം ദത്തെടുത്തത്. ഇല്ല. അവൻ ചെന്ന് സ്വർഗത്തേക്കും ഭൂമിക്കുമുള്ള കാര്യം പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്തില്ല, മറ്റൊരാൾ വിശ്വസിക്കില്ല. കാരണം അവനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ദൗത്യം വിളിച്ച് വരമേൽപ്പിച്ചിരിക്കുന്നത്. കാരണം അവനിലാണ് നിഷ്കളങ്കത്വം ഉള്ളത്. മറ്റുള്ളവർ ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് എന്തുണ്ട്? കളങ്കമുണ്ടെന്നേ. ആ കളങ്കമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. മുൻ നിയമിച്ചവരെ മുൻ നിയമനം. കർത്താവ് എത്ര ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു? ആദ്യം 12, പിന്നെ 70, പിന്നെ 120, പിന്നെ 500. ഇങ്ങനെയൊക്കെ വല്ലയിടത്തും വായിച്ച് കേട്ടിട്ടുണ്ട്. പോട്ടെ. അപ്പൊ ഈ 12 വരെ വിളിച്ചിട്ട്
കർത്താവ് ഒരു നിയമനം കൊടുത്തു. കൊടുത്തിരിക്കും അല്ലേ? മർക്കോസ് 3:15. പതിനാല് തൊട്ട് വായിക്കുമ്പോൾ അവൻ മലമേൽ കയറിയിരുന്നിട്ട് തനിക്ക് ബോധിച്ചവരെ, ദൈവത്തിന് ബോധിച്ചവരെ, രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ ബോധിച്ചവരെ. ശൗലിന് ആരാ ബോധിച്ചു കൊടുത്ത്? ശൗലിന് ജനത്തിന് ബോധിച്ചു. ദൈവം അത് കൊടുത്ത എങ്ങനെ? എൻ്റെ കോപത്തിൽ ഞാൻ അവർക്കൊരു രാജാവിനെ, ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. അപ്പൊ അവൻ്റെ മേലെ എന്ത് വസിക്കും? കോപവും, ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ക്രോധവും അവനിൽ വസിക്കും. അതേസമയം ദാവീദിനെ എങ്ങനെ കൊടുത്തു? വാഴ വയ്ക്കും. എങ്ങനെ കൊടുത്തു? അനഘ എന്തിനു പറഞ്ഞത്? ദൈവം തിരഞ്ഞെടുത്തു. ഇനി ആർക്കെങ്കിലും എല്ലാം പറയാനുണ്ടാ? പറയാനുണ്ടാ? 1 ശമൂവേൽ 16:1 വായര്. അപ്പൊ എന്താണ്? കണ്ടു. എപ്പോഴും കണ്ട്? എപ്പോഴും കണ്ട്? എപ്പോഴും കണ്ട്? എപ്പോഴും കണ്ട്? എപ്പോഴും കണ്ടടാ? ഈ ഭാഗമൊക്കെ നീ വായിച്ചു പോയി എന്നല്ലേ പറഞ്ഞു? എപ്പോഴും കണ്ട്? ജനനം മുതൽ. എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. ഇശായിക്ക് 8 ആൺമക്കളും 2 പെൺമക്കളും ജനിച്ചു അല്ലേ? ഇതില് 10 പേരിൽ ദൈവം രാജാവിനെ കണ്ടതാരെ? ദാവീദിനെ, 8-അവനെ. ഇതെപ്പോഴും കണ്ടു? ജനനം മുതൽ. എന്തൊക്കെ താന്തോന്നിയായിട്ട് നടന്നാലും ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത്, ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നിന്നെ പിടിച്ചകത്താക്കും. ദൈവത്തിനൊരു സമയമുണ്ട് അല്ലേ? ആ സമയം വരെ 34 വയസ്സ് വരെ ശൗൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സഭയ്ക്ക് നേരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, സഭാജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവം അവനെ തൊട്ടു. അപ്പോൾ ശൗൽ പറയാണ്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. അപ്പൊ 34 വർഷം വേർതിരിച്ചില്ലേ? അന്നേ എന്ത് ചെയ്ത്? ചിലതിലൊക്കെ എരിവ് കൊടുത്ത് ദൈവം. അവ അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കാൻ എരിവ് കൊടുത്തു. ഇതാ സത്യം. അപ്പൊ തനിക്ക് ബോധിച്ചവരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് 3 ദൗത്യങ്ങൾ കൊടുത്തു. എന്തൊക്കെയാ? പന്തിര് വരെ നിയമിച്ചു. അപ്പൊ എത്ര പേർക്ക് ആയിക്കോട്ടെ? 3 ദൗത്യം 12 പേർക്ക് കൊടുത്തു. 4 പേരെ വീതം ഓരോന്നിനെ തെരഞ്ഞെടുത്തു. ഇവരെ ഇനിയും ദൈവം വേർതിരിച്ചു. ലൂക്കോസ് 10:1 വായിച്ചു നോക്ക്.
എന്തിനാണ് തിരഞ്ഞെടുത്തത്? തനിക്ക് മുമ്പായി കടന്നു പോകാൻ. താൻ എവിടെ പോണോ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ഇവന്മാര്? ഭൂതങ്ങളെ പുറത്താക്കാനല്ല, രോഗശാന്തി കൊടുക്കാനല്ല, വചനം പ്രസംഗിക്കാനല്ല, മുമ്പേ പോണം. എന്തിന്? അവിടെ ചെന്ന് കല്ലുകൾ കൊണ്ടേക്ക് പറക്കി മാറ്റണം, വഴി നിരപ്പാക്കി കൊടുക്കണം. ഇനി 22-ാം അധ്യായം എടുത്ത ലൂക്കോസ് 22 അതിൻ്റെ 29-ാം വാക്യം വായിച്ചേ. അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് എന്തിനാണ്? ഇവിടുത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്തിനാണ്? ഒന്നുകൂടെ ആര്? അപ്പൊ രാജ്യം വിഭജിച്ച് ഇവരിക്കാണ് കൊടുക്കാൻ പോണത്. നേരത്തെ വചനം പ്രസംഗിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, തന്നോട് കൂടെ ഇരിക്കാൻ, അടുത്ത് താൻ പോകേണ്ട സ്ഥലത്ത് പോകാൻ, മുമ്പേ പോകാൻ. ഇപ്പോ പിതാവിൻ്റെ രാജ്യത്ത് വായിച്ചേ. ദൈവം ചില രാജ്യങ്ങളെ നിയമിച്ചു. അതുകൊണ്ടാണ് ചിലരൊക്കെ ജർമ്മനിയിൽ പോണു, അമേരിക്കയിൽ പോകുന്നു, ഇല്ലേ? അല്ലാതെ അവരെ കഴിവുകൊണ്ടൊന്നും അല്ല പോണത്. ദൈവം ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നടുത്ത് പോവായി അവര് പോവും. അല്ലാത്തവൻ കുരങ്ങായി നോക്കുമ്പോൾ എന്നെക്കാളും പൊക്കത്തിൽ പ്ലെയിൻ പോണ്. ദൈവം നിയമിച്ചു കൊടുത്തു രാജ്യത്ത് പോവാൻ. അടുത്ത ഇവരെ എവിടെ നിന്ന് കുടിക്കും? ദൈവത്തിൻ്റെ മേശയിൽ നിന്ന് കുടിക്കും, തിന്നും. ചിലരൊക്കെ തിന്നുന്നുണ്ട്, അവരൊന്നും സുവിശേഷ പ്രവർത്തനത്തിന് മുഴയിട്ട് തിന്നുന്ന നിലയല്ല. പോട്ടെ, ദൈവം നിയമിച്ചു കൊടുത്തിട്ട് പോയതോരും അല്ല, തിന്നു കുടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ. ഇവർക്കുള്ള അധികാരം കണ്ടാ 12 ഗോത്രത്തെയും ന്യായം വിധിക്കണം, പരീക്ഷയിൽ നിലനിൽക്കണം. അപ്പോൾ പരീക്ഷ വന്നാൽ മറ്റ് 2 കൂട്ടരും എന്ത് ചെയ്യും? പറ. പിന്മാറി പോകും. തെരഞ്ഞെടുപ്പിലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായ? മറ്റ് 2 കൂട്ടരും പിന്മാറിപ്പോകും. പക്ഷെ ഈ കൂട്ടരുണ്ടല്ല, പിന്മാറിപ്പോകൂല. ദൈവസന്നിധിയിൽ പരീക്ഷയിൽ നിലനിൽക്കും. അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. നിങ്ങൾക്ക് മനസ്സിലായ? ഇതിൽ ഏത് തെരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യം വചനം പ്രസംഗിച്ചത് കൊണ്ടായില്ല, ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടായില്ല, രോഗശാന്തി വന്നതുകൊണ്ടായില്ല. നീ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത്, ഈ പരീക്ഷയിൽ നീ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നീ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം. ദാവീദിന് കൊടുത്ത 12 സ്ഥലത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ദാവീദ് ശൗലിന്റെ മുമ്പിലായിരിക്കണം. 12 സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം ദാവീദ് നിലനിന്നു. 57-ാം സങ്കീർത്തനം ഗുഹയ്ക്ക് അപ്പുറം ദാവീദും, ഗുഹയ്ക്കകത്ത് ദാവീദും, പുറത്ത് ശൗലും. അപ്പോഴെഴുതിയതാണ് 57. മനസ്സിലായ? ഇവിടെ ഒന്ന് തുമ്മിയാൽ എന്ത് ചെയ്യും? സൗണ്ട് കേൾക്കും. ശൗലിന്റെ കൂട്ടത്ത് 3000 എണ്ണം ഉണ്ട്, ദാവീദിന്റെ കൂട്ടത്ത് വെറും 400 എണ്ണം ഉണ്ട്. പപ്പടം പൊടിക്കുന്നത് പോലെ എന്ത് ചെയ്യും? പൊടിക്കും. പക്ഷെ ആ പരീക്ഷയിലും ദാവീദിനെ ദൈവം നിലനിർത്തി.
ഒന്ന് തുമ്മാതെ, ഒന്ന് ചമയ്ക്കാതെ, കൂടെ ഉണ്ടായിരുന്ന എണ്ണം ഒന്ന് മൗനമായി ആക്കിക്കൊണ്ട് ദാവീദ് ഹല്ലേലൂയ സ്തോത്രം, ദൈവം ദാവീദിനെ നിലനിർത്തി. നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇവരെ ഉയരെ പോകും, ബാക്കിയുള്ളവരെല്ലാം പോകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തിരുമേശ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോകും. പക്ഷേ നിത്യ സന്തോഷത്തിനായിട്ട് അവർ പോകില്ല. ചിലർ നിത്യ സന്തോഷത്തിനായും ചിലർ ലജ്ജയ്ക്കായിട്ട് എണീറ്റ് പോണവരെ കൂട്ടത്ത് പോകും. ഹല്ലേലൂയ സ്തോത്രം. മുൻ നിയമിച്ചവർ, വായിച്ചേ റോമാലേഖനം. അടുത്തത് അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ഒരു വാക്യമുണ്ടല്ലോ, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. എത്രാം വാക്യം? 33. ദൈവം നമ്മളെ ഈ നിലവാരത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, മറ്റൊരു വ്യക്തിക്കും കുറ്റം ചുമത്താൻ ദൈവം വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ ഒന്നാം തട്ടിലുള്ള ആല്യാസ്വത്രം പരീക്ഷയിൽ നിലനിന്നവനായിരുന്നാലും ശരി, താഴെത്തട്ടിലോട്ടുള്ള ആല്യാസ്തോത്രം ചെയ്യുന്നു പ്രസംഗിക്കാൻ വിളിച്ചവനെ ആയിരുന്നാലും ശരി, ദൈവം പോകേണ്ട സ്ഥലത്ത് അയച്ചവനെ ആയിരുന്നാലും ശരി, ഇവരെ കുറ്റം വിധിക്കാൻ ആർക്കും ദൈവം എന്ത് ചെയ്തിട്ടില്ല? അവകാശം കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഈ കുറ്റം പറയണതാ? പറ, നമ്മൾ ആരായി? അപ്പോഴേ പിശാചായി. ഒരു വ്യക്തികളെയും കുറ്റം പറയാനുള്ള അധികാരം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. കുറ്റം ചുമത്താൻ കുറ്റം ചുമത്തും? ആർക്കാണ് അതിന് ലൈസൻസ് ദൈവം തന്നിട്ടുള്ളത്? ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കും തന്നെ. ആരെയും ന്യായം വിധിക്കാതെ പുത്രന്റെ പക്കൽ ന്യായവിധി ഏൽപ്പിച്ചിരിക്കുന്നു. ന്യായം വിധിക്കാൻ ഒരു ദിവസം, ന്യായം വിധിക്കാൻ ഒരുവനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5 പ്രവൃത്തിയുടെ പുസ്തകം 17 വ്യക്തമായി പറയുന്നു. ഇപ്പൊ റസാലനെ കുറ്റം വിധിക്കാൻ, ന്യായം വിധിക്കാൻ ദൈവം ഒരാളെ എന്ത് ചെയ്തിട്ടുണ്ട്? ആക്കി വെച്ചിരിക്കുന്നു. ആ വ്യക്തിയെ എനിക്കെങ്ങനെ കുറ്റം പറയാൻ പറ്റും? വേണമെങ്കിൽ ചില ഉപദേശങ്ങൾ കൊടുക്കാം. ഉപദേശങ്ങൾ കൊടുക്കാം. അങ്ങനെയല്ല, ഇങ്ങനെ പോകണം. അതിനപ്പുറമായിട്ട് ആരെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല? അനുവാദം കൊടുത്തിട്ടില്ല. ഇതാണ് ദൈവം തിരഞ്ഞെടുത്തവരുടെ പൂർണ്ണമായ അനുഗ്രഹം. ഇത് ദാവീദിന് ദൈവം ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദ് പല സ്ഥലത്തും എന്ത് ചെയ്തു? മൗനമായി. എന്നെ കുറ്റം വിധിക്കാൻ ശൗലോ, എന്നെ കുറ്റം വിധിക്കാൻ ആഗീസ് രാജാവോ, ഗത്ത് രാജാവോ, ഗോലിയാത്തിനെയോ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എന്നെ കുറ്റം വിധിക്കും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഇതാണ് ഭാര്യ ഭർത്തൃബന്ധം. കർത്താവ് ആരാണ്? ഭർത്താവ്. നമ്മൾ ആരാണ്? മണവാട്ടി. വിൽസൺ ബ്രദറിന് മാത്രമേ അധികാരമുള്ളൂ ഗീത സിസ്റ്ററെ കുറ്റം വിധിക്കാനും ശിക്ഷിക്കാനും ഉപദേശം കൊടുക്കാനും എല്ലാം അദ്ദേഹത്തിന് മാത്രമുള്ള അധികാരം. അതേപോലെ കർത്താവിന് മാത്രമുള്ള അധികാരമാണിതല്ല.
രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ മേൽ കർത്തൃത്വം നടത്താനും അധികാരം നടത്താനും ശിക്ഷ വിധിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരം കർത്താവിന് മാത്രമേ ഉള്ളൂ. ആ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഗത്ത് രാജാവല്ല, അമോന്യരല്ല, ആര് വന്നാലും നീ ആ ദൈവത്തിന് ഭരമേൽപ്പിച്ച് മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. നിന്നെ പൊന്നുപോലെ ദൈവം പുറത്തു കൊണ്ടുവരും. മനസ്സിലായ? നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. കാരണം യോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, അതുകൂടെ വായിച്ചോ. 23-13 വാക്യം. എനിക്ക് നിയമിച്ചത് അവൻ എനിക്ക് നിയമിച്ചത്, അതെത്രാം വാക്യം? 14. അണ്ടാ, നമുക്ക് നിയമിച്ചത് സകലതും ആര് നിവർത്തിക്കും? നീ ഒരു കള്ളന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ദൈവം നിയമിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കും. അവൻ്റെ മുമ്പിൽ കൈകെട്ടി നീ എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ടി വരും. ഇങ്ങനെ ദൈവം നിയമിച്ചത് ദൈവം നിവർത്തിക്കും. പക്ഷേ വിടുതൽ ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ പക്കല്. കരുതൽ ദൈവത്തിൻ്റെ പക്കൽ, സൂക്ഷിപ്പ് ദൈവത്തിൻ്റെ പക്കൽ, പരിപാലനം ദൈവത്തിൻ്റെ പക്കൽ. ആ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് മൗനമായി നീ കൊടുക്ക. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിൽ പുകഴും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൽ പുകഴാൻ നമുക്ക് കഴിയട്ടെ. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ മൗനമായിരിക്കാൻ, ഇരുന്ന ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ.